എടാ ഈ ഇടയ്ക്ക് നാഗബന്ധു എന്ന് പറഞ്ഞൊരു ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇത് ഏതാണ്? ഇത് തെലുങ്കാണോ അതോ എന്തോ നമ്മുടെ ഈ പത്മനാഭ ക്ഷേത്രത്തിൻ്റെ ഒക്കെ എന്തോ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇപ്പം 10 മില്യൺ വ്യൂസും ഉണ്ട് ഇതിന്. ഇതെന്താ സംഭവം? അത് വിക്രം കർണ, നാഭ നദേശ്, അഭിഷേക് നാമ, അഭിഷേക് പിക്ചേഴ്സ്. ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെക്കുറിച്ച് വലിയ പിടിയില്ല. ഇങ്ങനെ സംഭവം വന്നിട്ടുണ്ട്. ഇത് കുറേ പേര് സംഭവം അടിപൊളിയാന്നൊക്കെ പറയുന്നു. ഭയങ്കര ബഡ്ജറ്റ്, ഒരു ബിഗ് ബഡ്ജറ്റ് വരുന്ന എന്തോ ഒരു ചിത്രമാണ്. എന്താ സംഭവം എന്ന് അറിയില്ല. ഏതായാലും അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഡോക്ടർ ഓർത്തോ, ഇതെന്താണ്? ആഡാണ്. പത്മനാഭ ക്ഷേത്രോ? ആ അതെ അതെ. എത്ര വിലയുള്ളതാണെന്നാലും ഒരു സ്വർണ്ണ താമരയ്ക്ക് വേണ്ടി തനിച്ചൊരു ഉത്സവം നടത്തുന്ന എന്തിനാ? ഇത് അങ്ങനെയല്ലേ? തെലുങ്കോടോ അല്ലേ? ഓ ഇങ്ങനെ എല്ലാവരും അറിയാവുന്ന ഡാഡി ചോദിക്കണല്ലോ. ഓ നമ്മുടെ മറ്റേ കാലവൃക്ഷത്തിന്റെ ബന്ധനത്തിൽ നിന്ന് എനിക്ക് മോചനം താ. ബ്രഹ്മകമലം എന്റെ കൈകളിലെത്തിയ ഒരു ശക്തിക്കും എന്നെ ജയിക്കാൻ കഴിയും. ഗരുഡൊക്കെ ഉണ്ടല്ലോ, ഗരുഡ. ഇതാണോ നായകൻ? ഇത് അഭിഷേക് നമ ഇങ്ങനെയാണോ? എനിക്കറിയില്ല കേട്ടോ. NK സ്റ്റുഡിയോസ്, നിക് സ്റ്റുഡിയോസ്. നിനക്ക് എന്താണ് വേണ്ടത്? റോക്കി ബായ്. റോക്കി ബായ്ക്ക് ഡബ് ചെയ്യുന്ന സെയിം ആൾ തന്നെയാണ് ഞാൻ ഡബ് ചെയ്തത്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം. ബ്രഹ്മകമലമല്ലേ, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൊണ്ടുവരാം. CJ കുഴപ്പമില്ല. ആ ക്വാളിറ്റി ഉണ്ട്. പ്രപഞ്ചം ഭരിക്കുന്ന എന്താണ് സംഭവം? നമ്മുടെ പത്മനാഭ ക്ഷേത്രത്തിലെ സമ്പത്ത് മൊത്തം അടിച്ചു മാറ്റുന്നതാണ് ഇതിൻ്റെ അതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്, അതാണ് കഥ. പക്ഷെ നമുക്കറിയാം ഇത് ഓൾറെഡി ചിലവരെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ട്രെയിലറിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബഡ്ജറ്റ് ഇതാണ് തോന്നുന്നു. ചിലവർ ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റ് എന്ന് പറയുന്നു. ചിലവരൊക്കെ പറയുന്നുണ്ട് അതായത് വലിയ ബഡ്ജറ്റ് വരുന്ന പടത്തിൽ ഹീറോയ്ക്കും ഹീറോയിൻസിനും ഒക്കെയാണ് ബഡ്ജറ്റ് മൊത്തം പോകുന്നത്. പടത്തിൽ വരുമ്പോൾ ഒരു തേങ്ങയായിരുന്നു. ബട്ട് ശരിയാണ്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ 100 കോടി 200 കോടി 300 കോടിയുടെ ഒക്കെ പടം എടുക്കുമ്പം അതിൽ 200 കോടി റെന്യൂമറേഷൻ അല്ല ആക്ടേഴ്സിനും ആക്ട്രസിനൊക്കെ പോകും. ബാക്കി 100 കോടിക്കായിരിക്കും പടം വരുന്നത്. സോ ആ പടത്തിൽ തന്നെ ആ 300 കോടി തന്നെ ഒരു പിന്നെ ബഡ്ജറ്റ് എൻ്റെ മേക്കിങ്ങിലേക്ക് പോകുമ്പോൾ അതിനൊരു ഡിഫറൻസ് വരും. സോ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ട്. അതായത് ബഡ്ജറ്റിൻ്റെ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അധർമ്മം വിളയാടുമ്പോ ധർമ്മം സംരക്ഷിക്കാനായി ഭഗവാൻ അവതാരം എടുക്കുന്നതാണ്. എവിടെയുണ്ടെന്ന് ഭഗവാൻ അവനോട് വരാൻ പറ. ശിവൻ ശൂലം സാധുക്കൾ സ്ഥാപിക്കപ്പെട്ട വിരാടപുരുഷ ക്ഷേത്രത്തിന്റെ ഈ നരബലിയുടെ ചരിത്രം അവരുടെയൊക്കെ രക്തം കൊണ്ടാണ് ഞാൻ എഴുതാൻ പോകുന്നത്. നമ്മുടെ ഹിമാലയത്തിൽ കാലുകുത്തണമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഇതെന്താ പ്രശ്നം എന്ന് അറിയാം. ഇത് ഇത്രയും സമയത്തിൽ ഒരാവശ്യമില്ല. ഈ 3 മിനിറ്റ് ഇപ്പം പടത്തിൻ്റെ കഥ മൊത്തം ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഒരു ബെറ്റർ ഭാഗങ്ങൾ മാത്രം എടുത്ത് ഒരു കട്ട് ചെയ്യുവാണെങ്കിൽ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ഈ ട്രെയിലർ കാണിക്കുവാണെങ്കിൽ നല്ല. ഇതിപ്പോൾ പടം ഫുള്ള് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമുക്കിനി പുതുതായിട്ട് ഒന്നും ഇല്ല. അസ്ഥികലശം പോലും ശേഷിക്കില്ലെന്ന് അറിയിച്ചു കൊടുക്കാം. ക്വാളിറ്റി ഉണ്ട് നല്ല രീതിക്ക്. നായിക ഞാൻ ഓർത്തു ഐറ്റം ഡാൻസ് ഒന്നും ഇല്ലല്ലോ എന്ന്. ആരാണ് അഭിഷേക് നമ? ഓ പുള്ളിയാണ് ഡയറക്ഷൻ. നാഗബന്ധം, ദ സീക്രട്ട് ട്രഷർ.
ഓ CG എന്നറിയാം നല്ല രീതിക്ക്. ലാസ്റ്റ് ഷോട്ടൊക്കെ നല്ല CG ഫീൽ ചെയ്യുന്നു. ബട്ട് ടോട്ടലി ആദിപുരുഷൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും ബഡ്ജറ്റ്, ആദിപുരുഷൊക്കെ ഏതാണ്ട് 500 കോടി അത്രയും ബഡ്ജറ്റ് ചെയ്യുന്ന സിനിമയാണ്. അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു വൃത്തിയായിട്ടുണ്ട് ഇത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്തൊന്നും ആക്ടേഴ്സിനൊന്നും നമുക്ക് അറിയത്തില്ല. അത് ഓക്കെ, അതൊന്നും വലിയ കാര്യമല്ല. ഇപ്പം ഭയങ്കര ഹീറോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് മാത്രം ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ പ്രഭാസ്, അല്ലു അർജുൻ അങ്ങനത്തെ ഉള്ളവർ മാത്രം ചെയ്യണമെന്നില്ല, സാധാരണ ആൾക്കാർ ചെയ്യട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഈ ട്രെയിലറിൻ്റെ ഡ്യൂറേഷൻ, ഈ 3 മിനിറ്റ് 27 സെക്കൻഡിന് ട്രെയിലർ ആക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നമുക്ക് ആ സ്റ്റോറി മൊത്തം അതിനകത്തുള്ള മെയിൻ നല്ല ഭാഗങ്ങളെല്ലാം തന്നെ ഇവർ റിവീൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫ്രഷ് ഫീൽ കിട്ടത്തില്ല. പിന്നെ അതല്ലാതെ എന്ന് പറഞ്ഞാൽ CGI ഒക്കെ ചില സ്ഥലത്തൊക്കെ നന്നായിട്ട് വന്നിട്ട്, പക്ഷേ ചിലയിടത്തൊക്കെ നല്ല എടുത്തറിയാം. പിന്നെ ഇങ്ങനത്തെ ഒരു പടമൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രൊമോഷൻ കൊടുക്കുക. എനിക്ക് തോന്നി നല്ല ബഡ്ജറ്റ് ചെയ്യുന്നൊരു പടമാണ്. അപ്പോൾ അതിനുള്ള പ്രൊമോഷൻ ഒന്നും ഇതിട്ട് ഈ പടം സത്യം പറഞ്ഞാൽ ട്രെയിലർ വന്നിട്ട് പോലും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ട്രെയിലർ വന്നിട്ട് ഏകദേശം എത്ര ദിവസമായി? 3 ദിവസമായി. സത്യം പറയും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു പടം വരുന്നുണ്ടെന്ന് പോലും. ഇതാരോ അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലെങ്ങാണ്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കുറേ പേര് ഇങ്ങനെ പറയുന്നത് കേട്ട് വന്ന് കണ്ടതാണ്. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും സംഭവങ്ങൾ കുറേ വിഷ്വലി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എക്സ്പെഷ്യലി മറ്റേ ആ ശിവൻ്റെ കുറച്ച് പരിപാടി കാണിക്കുന്ന സീൻസൊക്കെ കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ നമുക്കൊരു വൗ ഫാക്ടർ ഒന്നും ഇതിലൂടെ കിട്ടിയിട്ടില്ല. ഒരു ചിലപ്പോൾ പടം കാണുമ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും കേട്ടോ. ഞാൻ എൻ്റെ ഈ ട്രെയിലർ കണ്ടൊരിതാണ് പറഞ്ഞത്. പിന്നെ എല്ലാ ഭാഗവും അനാവശ്യമായിട്ട് ഇങ്ങനെ റിവീൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം തോന്നിയില്ല. ഏതായാലും നമുക്ക് പടം വരട്ടെ, നമുക്ക് കണ്ടു നോക്കി. ഇന്ന് റിലീസ് ഡേറ്റ് ഉണ്ടോ? ഇല്ല. ഈ നായകൻ്റെ പേര് അഭിഷേക് നാമയെന്ന് തന്നെയാണ് തോന്നുന്നു. പുള്ളിയാണ് സ്റ്റോറി ഡയറക്ഷൻ എല്ലാം പുള്ളി തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ പുള്ളിനെ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അപ്പം ഇതിൻ്റെ കമൻ്റ് ഉണ്ട് കേട്ടോ, നോട്ട് ഗുഡ് ആൻഡ് നോട്ട് ബാഡ്. ആ ഒരു സെയിം ഫീലാണ് എനിക്ക് തോന്നുന്നത്. ബാഡായിട്ട് തോന്നിയിട്ടില്ല, വെറും കച്ചറയായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിട്ട് തോന്നില്ല, ഒരു ആവറേജ് ഫീലാണ് ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഏതായാലും നമുക്ക് ഇതിൻ്റെ പടം വരട്ടെ, പടം കണ്ടിട്ടുള്ള ബാക്കിയുള്ള അഭിപ്രായമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ചിലപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു മോളി വരുന്നൊരു പടമാകും ആകട്ടെ എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോൾ ഒരു 500 കോടി, ഒരു 600 കോടി ബഡ്ജറ്റൊക്കെ ആയിട്ട് ഒരു സിനിമ എടുക്കുമ്പം നമ്മൾ ഭയങ്കര പ്രതീക്ഷയിൽ ഇപ്പോൾ ആദിപുരുഷ് അങ്ങനത്തെയൊക്കെ പടം വന്നപ്പോൾ ഇത്രയും ബഡ്ജറ്റ് വരുന്ന പടം. പക്ഷേ അതിനകത്തെല്ലാം ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 600 കോടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് 500 കോടിയും ഓരോരുത്തരുടെ റെന്യൂമറേഷൻ ആയിട്ട് പോവുക. ഇപ്പോൾ നായകൻ്റെ, നായികയുടെ അങ്ങനെ പോവുക. പിന്നെ ബാക്കി 100 കോടിക്കാണ് ഈ പടം എടുക്കുന്നത്. അപ്പോൾ ആ പടത്തിന് അതിനുള്ള ക്വാളിറ്റി കാണുള്ളൂ. ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു പടം എടുക്കുമ്പോൾ 500 കോടി, അതായത് 400 കോടി എൻ്റെ ആ പടത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പം KGF വന്നു, KGF ചാപ്റ്റർ 2 100 കോടി എങ്ങാണ്ട് അതിൻ്റെ ബഡ്ജറ്റുള്ളൂ. എന്ത് വൃത്തിയായിട്ടാണ് ആ പടം എടുത്ത് വെച്ചേക്കുന്നത്. കാരണം ആ ഒരു ഡയറക്ടറിന്, ഒരു വിഷനുള്ളൊരു ഡയറക്ടറിന്, വിഷണറി ആയിട്ടുള്ള ഡയറക്ടറിന് കുറച്ച് ഫണ്ടും കൊടുത്ത് നല്ലൊരു കാസ്റ്റ് ലിസ്റ്റിനെയും കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വിഷണറി ആയിട്ടുള്ള ഡയറക്ടറിന് നല്ലൊരു ആക്ടേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആ പടത്തിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണിത്. അനാവശ്യമായിട്ട് റെന്യൂമറേഷന് പകുതി എമൗണ്ടും പോകും, എന്നിട്ട് ബാക്കി തുച്ഛമായ എമൗണ്ടിൽ പടം എടുക്കും. ഒരു തേങ്ങയും കാണത്തില്ല. ഇപ്പോൾ രാമായണം 2000 കോടി എങ്ങാണ്ട് ബഡ്ജറ്റ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് നല്ല ബഡ്ജറ്റ്. പക്ഷേ ഇതിനകത്ത് പ്രശ്നം തന്നെ, എൻ്റെ ട്രെയിലർ ടീസറിൻ്റെ ഗ്ലിംസ് ആണിട്ടുള്ളൂ. ആ ഗ്ലിംസിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് റെന്യൂമറേഷനിൽ തന്നെ കുറേ എമൗണ്ട് രൺബീർ കപൂർ ഉണ്ട്, യാഷ് ഉണ്ട്. പിന്നെ യാഷ് അതിനകത്ത് പ്രൊഡക്ഷൻ ടീമിലുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു യാഷ് ചിലപ്പോൾ ഷെയർ ആയിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ പോലും ഇത്രയും എമൗണ്ട് റെന്യൂമറേഷൻ ആയിട്ട് പോയി കഴിയുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടി ഒന്നും കാണത്തില്ല. ഈ 2000 കോടി എങ്ങാണ്ട് പടം വന്നു തോന്നുന്നു, ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാർട്ടിന് കൂട്ടി. പക്ഷേ എൻ്റെ ഗ്ലിംസ് കണ്ടപ്പം അത് എനിക്ക് തോന്നുന്നു ഗ്രാഫിക്സ് പരിപാടി, അതായത് CG VFX ഒക്കെ കംപ്ലീറ്റ് ആയിട്ടില്ല. കാരണം ഡീനൊക്കെയാണ് ചെയ്യുന്നത്. അവഞ്ചേഴ്സ് പോലുള്ള കിടിലം പടത്തിനൊക്കെ VFX ചെയ്ത് അതേ ടീമാണ് ഇങ്ങോട്ടും വരുന്നത്. പക്ഷേ അതിനകത്തൊക്കെ CG ആണ് വ്യക്തമായിട്ട് കുറേ ഭാഗങ്ങൾ എടുത്ത് കാണാൻ പറ്റും. ചിലത് AI ജനറേറ്റഡ് പോലെ, ചിലതൊക്കെ മറ്റേ നമ്മുടെ ഈ ഗെയിമിംഗ് ഫീൽ, അതായത് ആ മോൺസ്റ്റേഴ്സിനെ കാണിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെയൊക്കെ സെയിം പൈസയ്ക്കാണ് ഡ്യൂൺ എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്തിട്ടുള്ളത്. ഡ്യൂണിനൊക്കെ എന്ത് കിടിലായിട്ടാണ് മേക്കിംഗ് ചെയ്തിട്ടുള്ളത്, VFX ക്വാളിറ്റിയൊക്കെ. സോ ബഡ്ജറ്റ് അല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ ബഡ്ജറ്റാണ് പ്രശ്നം. പക്ഷേ ഈ ബഡ്ജറ്റിൽ അനാവശ്യമായിട്ട് റെന്യൂമറേഷനിലേക്ക് ഇതെല്ലാം പോകുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. സോ സാധാരണ പടങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ അത്രയും കാലിബറുള്ള ഇഷ്ടംപോലെ പടങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പോൾ ലോക്ക വന്നു, ലോക്കയുടെയൊക്കെ ബഡ്ജറ്റ് തന്നെ ഉണ്ട്. അതാണ് കണ്ടൻറ്റാണ് മെയിൻ. ആ ഒരു കണ്ടൻറ്റ് എങ്ങനെ ഡെലിവർ ചെയ്യപ്പെടുന്നു അതാണ്. അല്ലാതെ ഈ സ്റ്റാർ വാല്യൂ, ഭയങ്കര സ്റ്റാർ കാസ്റ്റ് എനിക്ക് തോന്നുന്നില്ല. അതായത് ഒരു ഹെവി അല്ലെങ്കിൽ ഭയങ്കര ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള സ്റ്റാർ ഉണ്ടെങ്കിൽ ശരിയാണ്, പ്രൊമോഷനും കുറേ ഹൈപ്പ് കിട്ടും. ബട്ട് ഇപ്പം പടം കിടിലാണെങ്കിൽ ഇപ്പം നസ്ലനും കല്യാണി പ്രിയദർശനൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് വന്നത്. ലോക്കെ വന്നത് സ്റ്റാർ കാസ്റ്റ് അല്ലെ, ഫസ്റ്റ് കളക്ഷൻ റെക്കോർഡ് ബ്രേക്കിംഗ് സ്റ്റാർ കാസ്റ്റ് ഒന്നുമല്ല. പക്ഷേ എന്നിട്ട് ഒരു ആ പടം ഇൻഡസ്ട്രിയൽ ഹിറ്റായി. അതെന്താണ് പറയുക, എൻ്റെ കണ്ടൻറ്റ് മേക്കിങ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞ സാധനം ഉള്ളതുകൊണ്ട് എത്ര നിങ്ങൾ പ്രൊമോഷൻ എത്ര കാര്യങ്ങളില്ല, പടം മോശമാണെങ്കിൽ പടം പൊട്ടിപ്പോകും. അതുപോലെ പടം നല്ലതാണെങ്കിൽ പടം കയറിയും പോകും. അതുകൊണ്ട്
ഭയങ്കര താര രാജാക്കന്മാരെ തന്നെ വെച്ച് ഇത്രയും ബിഗ് ബജറ്റിൽ പടം എടുത്തിട്ട് പടത്തിന് തേങ്ങ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, വെറുതെ കാശ് കളയാന്നുള്ളൂ. അത് കുറേ പടങ്ങൾ നമ്മളെ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും എല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ പടം നമ്മൾ പറഞ്ഞു ഒത്തിരി പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഈ പടമാണെങ്കിൽ പോലും ഈ പടത്തിനകത്ത് സാധാരണ പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിഷ്വലി ഈ പടം നന്നായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല. നമ്മൾ കണ്ടുപരിചയമുള്ള കുറച്ച് വില്ലന്മാരും കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. സോ അവരുടെ റെന്യൂമറേഷൻ എൻ്റയർലി കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ മേക്കിങ്ങിലേക്കും പടത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും ആ ബഡ്ജറ്റ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റി. അതിൻ്റെ ഒരു ഗുണമാണ് അതിൻ്റെ ട്രെയിലർ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന വിഷ്വലും ആ ക്വാളിറ്റി. അതേപോലെ തന്നെ എല്ലാ നല്ല സ്റ്റാർ കാസ്റ്റ് വരുമ്പോൾ പോലും ഇതേ ക്വാളിറ്റി ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും നല്ലതാകും. ബാക്കി അത് ഇവർ മാത്രം ഓർത്താൽ പോരാ, ആക്ടേഴ്സും കൂടെ ഓർക്കണം. അവരും ഒരു പടത്തിൻ്റെ വിജയത്തിനനുസരിച്ച് സാലറി കിട്ടുന്ന രീതിയിലേക്ക് അങ്ങനെയൊക്കെ ആക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അത് ഓരോരുത്തർ റെന്യൂമറേഷൻ എനിക്ക് ഇത്ര വേണമെന്ന് ചോദിക്കുന്നത് അത് അവൻ്റെ ജോലിയാണ്, അവന് ചോദിക്കാം, അതൊക്കെ വേറെ കാര്യം. എന്നാൽ പോലും ചെറിയ പടങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ മൂവിയിലല്ല, ഇവിടെ ഒരു സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്റ്റാർ വാല്യൂ നേടിക്കഴിഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ഒരു ലെവലിൻ്റെ താഴേക്കുള്ള പടങ്ങൾ ചെയ്യത്തില്ല. മലയാളത്തിൽ ആ ഒരു പ്രശ്നമില്ല വലുതായിട്ട്, പക്ഷേ ബാക്കിയുള്ള അതർ ലാംഗ്വേജിലൊക്കെ എനിക്ക് ഫേസ് ചെയ്ത കാര്യമാണ്. ഒരു ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴേക്ക് ലെവലിൽ പിന്നെ ചെയ്യത്തില്ല പടങ്ങൾ. അതിൻ്റെ മോളി ബിഗ് ബജറ്റ് അങ്ങനത്തെ സാധനം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രഭാസ് ബാഹുബലി കഴിഞ്ഞാൽ പുള്ളി ബിഗ് ബജറ്റ് പടങ്ങൾ മാത്രമേ പഠിക്കത്തുള്ളൂ. പുള്ളിയുടെ എന്ത് സാധാരണ പടങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയാം, നോർമൽ ആക്ഷൻ മൂവീസൊക്കെ. ഇപ്പം പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായി തുടങ്ങി. ഇപ്പം അല്ലു അർജുൻ്റെ കേസാണെങ്കിൽ പോലും അല്ലു അർജുനൊക്കെ ഇപ്പം പുള്ളിയൊക്കെ പണ്ടൊക്കെ ഇപ്പോഴും ഇതേ കേരളത്തിൽ ഹാപ്പി ബി ഹാപ്പി കിടിനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം എന്ത് നല്ല പടങ്ങൾ അങ്ങനെ സാധാരണ ഇനി വൈകുണ്ഠപുരം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു പടമൊന്നും ഇനി വരില്ലെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. കാരണം പുള്ളി ആ ഒരു ലെവലിൽ എത്തി, ഇനി അതിൻ്റെ താഴേക്ക് ചെയ്യുന്നില്ല. ആ ഒരു ഇതിൽ പെട്ടുപോലും ലൂപ്പിൽ പെട്ടുപോകാതിരിക്കാൻ മാക്സിമം നോക്കുക. അപ്പം നമ്മൾ പറഞ്ഞ നാഗബന്ധമാണ്. അപ്പം എനിക്ക് ഈ നാഗബന്ധത്തിനെ കുറിച്ച് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്ലെയിംസ്.